ഹലോ കൂട്ടുകാരെ, ഇന്ന് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ട്യൂട്ടർ അക്കാഡമി വന്നിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ. നമുക്കപ്പോൾ തുടങ്ങാം. എന്താണ് ജനകീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്നാണ് 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ദേശീയ പോപ്പുലർ മൂവ്മെൻറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അതിനകത്ത് നാഷണൽ ഫിഷർമാൻ ഫോറം, നർമ്മദ ബച്ചാവോ ആന്തോളൻ, പിന്നെ മൂവ്മെൻറ്റ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ, അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ഹാവ് ബീൻ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ടു സോൾവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലുള്ള വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപീകൃതമായിട്ടുള്ളത്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾക്കോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ ജനങ്ങൾ സംഘടിച്ചാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്കെന്താണ് there are movements that work with political goals. അതായത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമുണ്ട്. അല്ലാതെ സാമൂഹ്യ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളും നിലവിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ചിപ്കോ പ്രസ്ഥാനം, പിന്നെന്താണ് ദേശീയ ദളിത് പാന്തേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, ഇതൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടി വെച്ച് പഠിക്കുക. ഈ ക്ലാസ്സോടെ കണ്ടിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാനുള്ള മാർക്ക് മുഴുവൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ചിപ്കോ പ്രസ്ഥാനമാണ്. ഈ ചിപ്കോ പ്രസ്ഥാനം എന്താണ്? അനധികൃതമായിട്ടുള്ള മരം മുറിക്കലിനെതിരെ ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ചേർന്ന് 1970കളിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ചിപ്കോ പ്രസ്ഥാനം അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ആഷ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം കർഷകർക്ക് നിഷേധിച്ച വനം വകുപ്പ് ഇതേ പ്രദേശത്തെ മരം മുറിക്കാനുള്ള അവകാശം കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ കമ്പനിക്ക് നൽകിയത് പ്രദേശവാസികളെ പ്രകോപിതരാക്കി. അതായത് അവിടുത്തെ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആഷ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി വനം വകുപ്പ് നിഷേധിച്ചു. അപ്പോൾ ഇതേ പ്രദേശത്തെ മരം മുറിക്കാനുള്ള അവകാശം കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ കമ്പനിക്ക് നൽകിയത് പ്രദേശവാസികളെ പ്രകോപിതരാക്കി. നോക്ക് ഇപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് അവർ അതിനനുമതി തരുന്നുമില്ല, പുറത്തുനിന്നുള്ളൊരു കമ്പനിക്ക് അതിനനുമതി കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ പ്രകോപിതരാകും. അപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയ സുന്ദർലാൽ ബഹുഗുണയാണ്. അദ്ദേഹം നേതൃത്വം നൽകിയ സംഘടനയിലെ അംഗങ്ങളിൽ ഭൂരിപക്ഷവും എഴുത്തും വായന എന്ന് പറഞ്ഞുകൂടാത്ത ഗ്രാമീണരായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സംഘടനയിലെ അംഗങ്ങളിൽ ഭൂരിപക്ഷവും എന്ന് വെച്ചാൽ ഒരു 70% മുകളിലും ആൾക്കാർ ഗ്രാമീണരായിരുന്നു. അവർക്ക് എഴുത്തും വായന എന്ന് പറഞ്ഞുകൂടാത്ത സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിരുന്നു. അപ്പോൾ ഈ സമരം ശ്രദ്ധിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ സമരത്തിൽ ഉയർന്ന സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ ഈ സമരത്തിൽ പങ്കെടുത്തു. വനം കരാറുകാർ പ്രദേശത്ത് പുരുഷന്മാർക്ക് മദ്യം വിതരണം ചെയ്തും സ്ത്രീകളെ സമരമുഖത്ത് എത്തിക്കുവാൻ കാരണമായി. അതായത് പുരുഷന്മാർ മദ്യമൊക്കെ കുടിക്കുന്നവരാണല്ലോ. അപ്പോൾ ആ പ്രദേശത്തുള്ള ഈ പുരുഷന്മാർക്ക് ഈ കമ്പനിയുടെ ആൾക്കാർ എന്ത് ചെയ്തു, മദ്യമൊക്കെ വിതരണം ചെയ്ത് പുരുഷന്മാരെ സമരത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇത് ദേശീയ ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമായിരുന്നു ഇത്. തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് പ്രകൃതിമേൽ കൂടുതൽ നിയന്ത്രണവും അവകാശവും വേണമെന്ന് പ്രക്ഷോഭകരിൽ ആവശ്യപ്പെട്ടു. അവിടെ ജീവിക്കുന്നവർക്ക് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണവും അവർ കൂടുതൽ അവകാശവും വേണമെന്ന് ഈ സമരം ചെയ്യുന്ന ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ സമരം ചെയ്ത് എങ്ങനെയാണ്, മുറിക്കാൻ വരുന്ന മരങ്ങൾ മുറിക്കാൻ കമ്പനിയുടെ ആൾക്കാർ വരുമ്പോൾ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾ നിന്നു. അപ്പോൾ ഇതൊരു അന്തർദേശീയ ശ്രദ്ധ നേടി. ലോകത്ത് നടന്ന ആദ്യകാല പരിസ്ഥിതി സംരക്ഷണ യജ്ഞങ്ങളിൽ ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം. അതായത് ലോകത്ത് നടന്ന ആദ്യകാല പരിസ്ഥിതി സംരക്ഷണ സമരങ്ങളിൽ ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണ പരിപാടികളൊക്കെ ലോകത്തുണ്ടായത്. നിരന്തരമായ സമരത്തെ തുടർന്ന്
ഹിമാലയൻ മേഖലയിൽ 15 വർഷത്തേക്ക് മരം മുറിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് ചിപ്കോ പ്രസ്ഥാനത്തിലെ വിജയമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സമരം നടന്നു. അതേ തുടർന്ന് എന്താണ്, ഹിമാലയൻ മേഖലയിൽ 15 വർഷത്തേക്ക് മരം മുറിക്കൽ നിരോധിച്ചുകൊണ്ടുള്ളൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു സമരം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ദളിത് പാന്തേഴ്സ് എന്നാണ് മറ്റൊരു മൂവ്മെൻറ്റിൻ്റെ പേര്. ഈ ദളിത് പാന്തേഴ്സ് ഉണ്ടാകുന്നത് 1972 അത് മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം ദളിത് യുവാക്കൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് 72 നോക്കണം, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ഭരണഘടന നിയമം മൂലം ജാതി വിവേചനങ്ങളും ഒക്കെ നിരോധിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അത് ജാതി വ്യവസ്ഥയും അടിച്ചമർത്തലുകളും എന്താണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് വേണം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ജീവിക്കാൻ ദളിത് വിഭാഗത്തിന് അനുവാദം നിഷേധിച്ച പല സ്ഥലങ്ങളിലുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും ദളിത് വിഭാഗങ്ങൾക്ക് എന്താണ് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പലയിടത്തും ഉള്ളത്. അത് കണക്ക് അന്നുണ്ടായിരുന്നു. പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ജീവിക്കാൻ ദളിത് വിഭാഗത്തിന് അനുവാദം നിഷേധിച്ചതും പൊതു കിണറുകളിൽ നിന്നും വെള്ളം എടുക്കാൻ അനുവദിക്കാതിരുന്നതും ക്ഷേത്രങ്ങളിൽ കയറാൻ അനുവാദം നിഷേധിച്ചതും ദളിത് സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരായതും ജാതീയധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ദളിത് വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടായി. ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കഥകളും കവിതകളും ജീവചരിത്രങ്ങളും എഴുതിക്കൊണ്ട് മുംബൈയിലെ വിദ്യാസമ്പന്നരായ ദളിത് യുവാക്കൾ രംഗത്തെത്തി. ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങൾ മഹാരാഷ്ട്രയിൽ നിലവിൽ വന്നു. ഇത് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, 1972 മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള കുറച്ച് ദളിത് യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ദളിത് പാന്തേഴ്സ്. ജാതീയമായ വിവേചനങ്ങളും അടിച്ചമർത്തലുകളും ഭരണഘടന നിരോധിച്ചിരുന്നെങ്കിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങളും വിവേചനങ്ങളും നിലനിന്നിരുന്നു. അതായത് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ദളിതർക്ക് ജീവിക്കാൻ അനുവാദം നിഷേധിച്ചു. പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവദിക്കാതിരിക്കുക, ക്ഷേത്രങ്ങളിൽ കയറുന്നതിന് അനുവാദം നിഷേധിച്ചത്, ദളിത് സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരായതും ജാതീയാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കഥകളും കവിതകളും ജീവചരിത്രങ്ങളും എഴുതിക്കൊണ്ട് മുംബൈയിലെ ബിരുദധാരികളായ ദളിത് യുവാക്കൾ രംഗത്തെത്തി. ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നിയമങ്ങൾ ആ സമയത്ത് മഹാരാഷ്ട്രയിൽ നിലവിൽ വന്നു. ഇത് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വിജയത്തിന് കാരണമാണ്.